നീലിമ ഭൈരവിനെ നേരിൽ ചെന്ന് കാണാൻ തന്നെ തീരുമാനിച്ചു. അവനെ നേരിൽ കണ്ടാൽ അവനാണ് ഒരുപക്ഷെ ഇതിന് പിന്നിലെങ്കിൽ അവനെ എങ്ങനെ നേരിടണമെന്ന് അവൾ മനസ്സിൽ തീരുമാനിച്ചു. ഭൈരവിന്റെ സ്വഭാവം അത്രത്തോളം മോശമാണ് എന്നല്ല, എന്നിരുന്നാലും അവൻ ഇത്തരത്തിൽ മോശപ്പെട്ട ആളുകളുമായി ബന്ധം കാണും. അവന്റെ ക്ലബിൽ പ്ലേബോയ് പോലുള്ള ആളുകളെയും സ്ത്രീകളെ വശീകരിക്കുന്ന ആളുകളെയും അവൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭൈരവിന് ഉറപ്പായും ഇവനെ പറ്റി എന്തെങ്കിലും അറിയാമായിരിക്കും എന്നവൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ആ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് പുറത്തേക്ക് കടക്കുക എന്നുള്ള കാര്യത്തിൽ അവൾക്ക് യാതൊരു ഐഡിയയും കിട്ടിയില്ല. കാരണം ഈ ഇടയായി സിദ്ധാർത്ഥ് അവളെ തനിച്ച് എങ്ങോട്ടും അയക്കാറില്ല. അതുകൊണ്ട് തന്നെ ഭൈരവിനെ കാണാൻ പോവാനുള്ള സമ്മതം മേടിച്ചെടുക്കാൻ അവൾക്ക് എളുപ്പം കഴിയില്ല. അതിനെക്കുറിച്ച് നീലിമ തന്നെ ചിന്തിച്ചു നോക്കി. എന്നാൽ അവൾക്കൊന്നിനും വ്യക്തമായ മറുപടി കിട്ടിയില്ല. സിദ്ധാർത്ഥിനോട് എന്തു പറഞ്ഞു വീട്ടിൽ നിന്നിറങ്ങുമെന്ന് ആലോചിച്ചു നോക്കി. ഭൈരവ് ഇതിന് പിറകിൽ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ചുമതല അവൾക്കുണ്ട്. കാര്യങ്ങൾ സിദ്ധാർത്ഥിനോട് ഇപ്പോൾ തുറന്നു പറയാൻ സാധിക്കാത്തതുകൊണ്ട് അവനെ ഇതിൽ ഇടപെടുത്താനും സാധിക്കില്ല. അങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് നീലിമ ഇരുന്നത്. അപ്പോൾ അവൾക്ക് നാളെ തന്റെ ഹോസ്പിറ്റലിലെ ചെക്കപ്പ് ദിവസമാണെന്ന കാര്യം ഓർമ്മ വന്നത്. അതൊരു നല്ല ഐഡിയയായി അവൾക്ക് തോന്നി. അവൾ ഉടനെ തന്നെ സിദ്ധാർത്ഥിന്റെ ഓഫീസ് മുറിയിലേക്ക് ചെന്നു. അവനപ്പോൾ ഓഫീസിൽ ചില വർക്കുകൾ തീരാത്തത് കൊണ്ട് അത് ചെയ്യുകയായിരുന്നു. നീലിമയെ കണ്ടപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി ചോദിച്ചു, എന്തു പറ്റി, നീ ഉറങ്ങിയില്ലേ? അവൻ ചോദിച്ചത് കേട്ട് നീലിമ പറഞ്ഞു, ഇല്ല, ഉറക്കം വന്നില്ല. അല്ല, നിങ്ങളുടെ വർക്ക് കഴിഞ്ഞില്ലേ? അവൾ ചോദിച്ചു. അതിനവൻ മറുപടി പറയാതെ വർക്കിലേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു, ഇപ്പോ ഒന്നും തീരുമെന്ന് തോന്നുന്നില്ല, നീ ഉറങ്ങാൻ നോക്ക്, വെറുതെ ഉണർന്നിരിക്കേണ്ട കാര്യമില്ല. അവൻ നല്ല മൂഡിലാണെന്ന് തോന്നുന്നത് കൊണ്ട് നീലിമ പറഞ്ഞു, നാളെ എനിക്ക് പുറത്തു പോകണം, ചെക്കപ്പ് ഉണ്ട്, മറന്നുപോയോ? അത് കേട്ട് സിദ്ധാർത്ഥ് പറഞ്ഞു, ഓ നാളെയാണോ? അത് പക്ഷേ നാളെ എനിക്ക് വരാൻ പറ്റില്ലടോ. നീ ഡ്രൈവറുടെ കൂടെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരണം കേട്ടോ, അവൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ നീലിമ സന്തോഷത്തോടെ തലയാട്ടി. എന്നിട്ട് പറഞ്ഞു, ഞാൻ പോയിട്ട് ഉടനെ തിരിച്ചു വരാം, ടെൻഷൻ അടിക്കേണ്ട. അവൾ അത്രയും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥിന്റെ കവിളിലൊന്ന് തൊട്ടു. അവൾ തന്നോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്നത് കണ്ട് സിദ്ധാർത്ഥിന് സന്തോഷം തോന്നി. എന്നാൽ അപ്പോഴൊക്കെ നീലിമയുടെ ഉള്ളിൽ ആരാണ് ചാർലിയെ അയച്ചതെന്ന സംശയമായിരുന്നു. മാത്രമല്ല ചാർലി മറ്റെന്തോ ഉദ്ദേശത്തിലാണ് വന്നതെന്ന് അവൾക്ക് വ്യക്തമായി. അങ്ങനെയുള്ളപ്പോൾ അവൻ വീണ്ടും ഇവിടേക്ക് വരാനും ഈ ഫോട്ടോകൾ സിദ്ധാർത്ഥിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും സാധ്യതയുണ്ടെന്ന് അവൾ കരുതി. അതെല്ലാം ചിന്തിച്ചപ്പോൾ അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. ഭൈരവിനെ കണ്ടെത്തിയാൽ മാത്രമേ അവൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ചാർലി അയച്ചതാവാനാണ് എങ്കിൽ അവളുടെ അടുത്ത നീക്കം സിദ്ധാർത്ഥിനോട് എല്ലാം പറയുക എന്നതായിരുന്നു. പക്ഷേ ഭൈരവിന്റെ അടുത്തേക്ക് ഒറ്റയ്ക്ക് പോവാനും അവൾക്ക് ഭയം തോന്നി. അവസാനം ഭൈരവിനെ കണ്ടപ്പോൾ സിദ്ധാർത്ഥും കൂടെ ഉണ്ടായിരുന്നു. ഭൈരവിനെ ഒറ്റയ്ക്ക് കാണാൻ പോകുന്ന കാര്യം സിദ്ധാർത്ഥ് അറിഞ്ഞാൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നീലിമക്ക് അറിയാം. പക്ഷേ ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അവൾക്ക് ഭൈരവിനെ കണ്ടേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ ഭൈരവിനെ കാണുവാൻ തീരുമാനിച്ചു. രാവിലെ തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങാമെന്നായിരുന്നു കരുതിയത്. അവൾ ബെഡിൽ ചെന്ന് കിടന്നു. പക്ഷെ അവൾക്ക് ഉറക്കം വന്നില്ല. അവൾ സിദ്ധാർത്ഥിന്റെ കാര്യം ഓർക്കുകയായിരുന്നു. സിദ്ധാർത്ഥ് അടുത്ത മുറിയിൽ വർക്കിലാണ്. അവനോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയാമായിരുന്നു എന്ന് നീലിമക്ക് അപ്പോൾ തോന്നി. കാരണം ഇതിനൊരു പരിഹാരം അവൻ ഉറപ്പായും കണ്ടെത്തുമായിരുന്നു. ഇപ്പോൾ പറയാതെ അവൻ എന്തെങ്കിലും ഈ കാര്യങ്ങൾ അറിയാമെങ്കിൽ ഉറപ്പായും അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അവൾക്കറിയാം. എങ്കിലും സിദ്ധാർത്ഥ് വളരെ പോസസീവ് ആയതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പെട്ടെന്ന് തുറന്നു പറയാനും അവൾക്ക് ഭയം തോന്നി. അവൾ മറ്റെന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരുന്നു. പിന്നെ സിദ്ധാർത്ഥ് വർക്കെല്ലാം തീർത്തു വന്നു അവളുടെ അരികിൽ കിടന്നിട്ടും അവൾ അതറിഞ്ഞില്ല. അവൾ മറ്റെന്തോ ചിന്തയിലായിരുന്നു. അവൾ കണ്ണുകൾ അടച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ ഉറങ്ങി കാണുമെന്ന് കരുതി സിദ്ധാർത്ഥ് ഉണർത്തിയതുമില്ല. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നീലിമ താഴേക്ക് പോയി. അന്ന് അശ്വിനെ കൊണ്ടുപോകാൻ ഗീത വന്നിരുന്നു. ഗീത അപ്പോഴെല്ലാം നീലിമയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അശ്വിനെ ഫോട്ടോകൾ കണ്ടെടുത്ത് കാണുമെന്ന് ഗീത കരുതി. പക്ഷേ അവർ വിചാരിച്ചതുപോലെയല്ല അവിടെ കാര്യങ്ങൾ നടന്നത്. നീലിമ വളരെ സന്തോഷത്തോടെ തന്നെ പെരുമാറുന്നത് കണ്ടപ്പോൾ ആ ഫോട്ടോകൾ അവിടെയുള്ളവർ കണ്ടിട്ടില്ലെന്ന് ഗീത കരുതി. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവർ അച്ചുവിനെയും കൊണ്ട് സ്കൂളിലേക്ക് പോയി. സിദ്ധാർത്ഥ് പിന്നീട് ഓഫീസിലേക്ക് പോയി. പോകുന്നതിന് മുൻപ് അവൻ ഡ്രൈവറോട് നീലിമയെ ചെക്കപ്പിന് കൊണ്ടുപോകാൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അവൻ GPS സംവിധാനം തന്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത കാര്യമൊന്നും നീലിമക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചില്ല. എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉടനെ ഭൈരവിനെ കാണാൻ പോകാമെന്ന് അവൾ കരുതി. അവൾ ഉച്ചഭക്ഷണം ഉണ്ടാക്കാൻ മല്ലികയെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിൽ കയറി. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് അവൾ അതെല്ലാം കഴിഞ്ഞു ഫ്രീ ആയത്. അവൾക്ക് വല്ലാത്ത ക്ഷീണം തോന്നി. പക്ഷേ എങ്കിലും പോയി. ഭൈരവിനെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും അവനെ കാണാനായി അവിടെ നിന്ന് ഇറങ്ങാൻ സാധിക്കില്ലെന്ന് നീലിമക്ക് വ്യക്തമായി അറിയായിരുന്നു.
അതുകൊണ്ട് തന്നെ അവൾ മറ്റൊന്നും ചിന്തിക്കാതെ ഭൈരവിനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു. അവൾ വീട്ടിൽ നിന്നും പുറപ്പെട്ടു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനു പകരം ഡ്രൈവറോട് ഭൈരവിന്റെ ക്ലബിലേക്ക് കൊണ്ടുപോവാനാണ് പറഞ്ഞത്. ഡ്രൈവർ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിച്ചില്ല. അതുകൊണ്ട് തന്നെ നീലിമക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അവർ ക്ലബിലെത്തുമ്പോൾ സമയം അല്പം വൈകിയിരുന്നു. ക്ലബിൽ എത്തിയ ഉടനെ അവൾ ചുറ്റും നോക്കി. ക്ലബിന്റെ രൂപമൊക്കെ വളരെയധികം മാറിയിട്ടുണ്ട്. അവിടെ ഒരുപാട് പുതിയ അതിഥികളും കസ്റ്റമേഴ്സും എല്ലാം നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അതിലെല്ലാം ചാർലിയുടെ രൂപസാദൃശ്യമുള്ള ആളെയാണ് തെരഞ്ഞതും. അവൻ അവിടെയുള്ള ആളായിരിക്കുമെന്ന് അവൾക്ക് അപ്പോൾ തോന്നി. അവൾ അവിടെ കണ്ട സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, എനിക്ക് ഭൈരവിനെ ഒന്ന് കാണണം. അയാൾക്ക് അവളെ നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഉടനെ അകത്തേക്ക് പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് ആള് പുറത്തേക്ക് ഇറങ്ങി വന്നത്. സാർ ഇപ്പോൾ ഇവിടെ ഇല്ല, കുട്ടി പോയിട്ട് പിന്നെ വരൂ എന്നയാൾ നീലിമയോട് മറുപടി പറഞ്ഞു. സെക്യൂരിറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ നീലിമയോട് പറഞ്ഞു, അവൻ ഇവിടെ തന്നെയുണ്ട്, എനിക്ക് വ്യക്തമായി അറിയാം. പിന്നെ നിങ്ങൾ എന്തിനാ കള്ളം പറയുന്നത്? ആ കിടക്കുന്നത് അവന്റെ കാറ് തന്നെയല്ലേ? അവൾ ഭൈരവിന്റെ കാറ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ സെക്യൂരിറ്റി എന്തു പറയണമെന്നറിയാതെ അവളെ നോക്കി. യഥാർത്ഥത്തിൽ ഭൈരവായിരുന്നു അവൾ അകത്തേക്ക് കടത്തി വിടരുത് എന്ന് പറഞ്ഞത്. അത് അയാൾക്ക് തുറന്നു പറയാൻ സാധിച്ചില്ല. അയാൾ അവളെ തന്നെ നോക്കി. അപ്പോൾ പറഞ്ഞു, എനിക്ക് അയാളെ ഒന്ന് കണ്ടാൽ മതി. ഞാൻ ഉടനെ തന്നെ തിരിച്ചു പോകും. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അവൾ അവിടെ നിന്ന് നിർബന്ധം പിടിച്ചു. അത് കേട്ട് സെക്യൂരിറ്റി വീണ്ടും അകത്തേക്ക് ചെന്ന്. അല്പസമയം കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി തിരികെ വന്നു. ശേഷം അവളെയും കൂട്ടി അകത്തേക്ക് പോയി. നീലിമ മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോൾ അവിടെ ഭൈരവുണ്ടായിരുന്നു. നീ എന്തിനാ പിന്നെയും വന്നത്? അവൻ യാതൊരു മുഖവിരയില്ലാതെ ചോദിച്ചു. അത് കേട്ടപ്പോൾ നീലിമക്ക് അവൻ ആളാകെ മാറിപ്പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അവൾ അവനെ നോക്കി പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വന്നതൊരു കാര്യം അന്വേഷിക്കാനാണ്. ഞാൻ വരുന്നതല്ലല്ലോ, നീ എന്നെ ഇങ്ങോട്ട് വരുത്തിക്കുന്നതല്ലേ. ഇതിനൊക്കെ വേണ്ടിയാണല്ലോ നീ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. അവൾ പറഞ്ഞത് കേട്ട് ഭൈരവ് അവളെ നോക്കി. സിദ്ധാർത്ഥും നീലിമയും ഇപ്പോൾ വളരെ സന്തോഷത്തിലായി ജീവിക്കുന്നത് എന്നറിഞ്ഞതുകൊണ്ട് തന്നെ അവൻ അവൾക്കെതിരെ ഒന്നും ചെയ്യാതിരിക്കുകയായിരുന്നു. അവളെ മറക്കാൻ അവന് നല്ല ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവൻ അവളെ കാണാൻ മടിച്ചത്. പക്ഷേ ഇതൊന്നും അറിയാതെ മറ്റെന്തോ ആണ് സംസാരിക്കുന്നത് എന്ന് ഭൈരവ് കരുതി. നീ എന്തിനെ കുറിച്ചാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നീ മറ്റൊന്ന് മനസ്സിൽ വെച്ച് സംസാരിക്കുന്നത്. അവൻ വളരെ ക്ഷമയോടെ പറഞ്ഞു. അത് കേട്ട് നീലിമ അവനെ നോക്കി ചോദിച്ചു, നിനക്കൊരു ചാർലിയെ അറിയാമോ? അവൾ ചോദിച്ചത് കേട്ട് അവൻ അവളെ തന്നെ നോക്കി. അവന് സത്യത്തിൽ അങ്ങനെ ഒരാളെ പറ്റി പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല. മാത്രമല്ല നീലിമ എന്തിനാണ് പിന്നെയും അവിടേക്ക് വന്നത് എന്ന് ആലോചിച്ച് ഭൈരവി എന്തോ പന്തികേട് തോന്നി. അവളുടെ കാര്യത്തിലൊന്നും ഇടപെടാതെ അവൻ മര്യാദക്ക് ജീവിക്കുകയാണ് ഇപ്പോൾ. ആ സമയം അവൾ വീണ്ടും വന്നത് സിദ്ധാർത്ഥിന്റെ അറിവോടെ ആയിരിക്കില്ലെന്ന് അവന് വ്യക്തമായി അറിയാം. അവൾ എന്തിനാണ് സിദ്ധാർത്ഥിനെ വെറുപ്പിക്കാൻ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് എന്ന് ഭൈരവ് ചിന്തിച്ചു. സത്യത്തിൽ സിദ്ധാർത്ഥിനെ വെറുപ്പിക്കാൻ അവൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ അവന് സന്തോഷം മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. പക്ഷെ അത് നീലിമയെ വളരെയധികം വേദനിപ്പിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ആ സന്തോഷം അധിക നേരം നിലനിൽക്കില്ല. ചാർലി എന്ന ഒരാളെ കുറിച്ച് അവന് പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഭൈരവ് അവളെ നോക്കി ചോദിച്ചു, ഈ കാര്യങ്ങൾ വിശദമായി പറ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കങ്ങനെ ഒരാളറിയില്ല. നീ പുതിയ എന്തേലും ഏണി പിടിച്ച് കാണുമല്ലേ? എന്തായാലും നിന്നെ സഹിക്കുന്നതിന് സിദ്ധാർത്ഥിന് വല്ല അവാർഡും കൊടുക്കേണ്ടി വരും. ഈ വഴിയിലൂടെ പോകുന്ന എല്ലാ വള്ളിയും നീ ഒറ്റയ്ക്ക് പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലോ. എന്നിട്ട് അതെല്ലാം സോൾവ് ചെയ്യാൻ ആ പാവ സിദ്ധാർത്ഥ് ഇങ്ങനെ ഓടി നടക്കും. ഭൈരവ് പറഞ്ഞത് കേട്ടപ്പോൾ നീലിമ അവനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. നീ അതിനെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട. നിനക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല അല്ലേ? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. അപ്പോഴും കാര്യം മനസ്സിലാവാതെ ഭൈരവ് അവളുടെ നേർക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, നീ എന്തിനെ കുറിച്ചാ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിനക്കെന്താ വട്ടാണോ? നീ എന്തിനെ കുറിച്ചാ പറയുന്നത് എന്നെങ്കിലും എന്നോടൊന്ന് പറ. അല്ലാതെ ഇങ്ങനെ വാലും തുമ്പും ഇല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? എനിക്ക് സത്യത്തിലൊന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഇവിടെ ഇരുന്ന് വെറുതെ അന്താക്ഷരി കളിച്ചു നിൽക്കാതെ നീ ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? നീലിമയെ നോക്കി ഭൈരവ് പറഞ്ഞു. അവൻ നല്ല ദേഷ്യത്തിലായിരുന്നു സംസാരിച്ചത്. കാരണം അവൾ മറ്റെന്തോ കാര്യത്തിനും കൂടെ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് അവന് വ്യക്തമായി മനസ്സിലായി. അവനൊന്നും ചെയ്തിട്ടില്ല എന്ന് അവന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അവന് ഭയവുമില്ല. അവൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നീലിമയിൽ നോക്കി. സത്യത്തിൽ അവളോടുള്ള ഫീലിങ്സ് അപ്പോഴും അവന് പൂർണ്ണമായും മാറിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും അവൻ അവനെ തന്നെ കൺട്രോൾ ചെയ്ത് ജീവിക്കുകയായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ വീണ്ടും നീലിമ തന്റെ അടുത്തേക്ക് കൂടുതൽ അടുപ്പം കാണിച്ചു വരുന്നത് അവന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ അവളെ കാണാൻ സമ്മതിക്കാതിരുന്നത്. ഇപ്പോൾ അവൾ ഇത്രയും അടുത്ത് എന്ന് സംസാരിക്കുമ്പോൾ അവന്റെ മനസ്സിൽ പഴയ സ്നേഹം അവളോട് തോന്നാൻ തുടങ്ങിയതുകൊണ്ട് അവളോട് അവന് ഒരുപാടൊന്നും ദേഷ്യപ്പെടാൻ കഴിഞ്ഞില്ല. എങ്കിലും അവൾ പറയുന്ന കാര്യം എന്തിനെ കുറിച്ചാണെന്ന് വ്യക്തമായി അറിയാൻ സാധിക്കാത്ത വെറുപ്പ് അവന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു.
ഒന്നുകിൽ നീ വിശദമായ കാര്യങ്ങൾ പറ, അല്ലെങ്കിൽ എന്റെ സമയം കളയാതെ ഇറങ്ങി പോകാൻ നോക്ക്. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ ഒന്നും പറയാതെ അവനെ നോക്കി. അവൾക്ക് സത്യത്തിൽ അവൻ തന്നെയാണോ ചാർലിയെ അയച്ചതെന്ന് സംശയം തോന്നി. കാരണം അവൻ തന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന ഭാവത്തിലാണ് ഇരിക്കുന്നതെന്ന് അവൾക്ക് തോന്നി. പക്ഷേ അത് പൂർണ്ണമായി വിശ്വസിക്കാനും അവൾ തയ്യാറായിരുന്നില്ല.